കണ്ണൂരിൽ അച്ഛനും മക്കളും ചേർന്ന് അയൽവാസിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കണ്ണൂർ കക്കാട് നമ്പ്യാർമെട്ടയിലെ അജയകുമാറാണ് കൊല്ലപ്പെട്ടത്. പ്രതികളായ ടി ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലിനജലം ഒഴുക്കിയതിന്റെ പേരിലുണ്ടായ വാക്ക് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. വൈകുന്നേരമുണ്ടായ വാക്ക് തർക്കത്തിന്റെ തുടർച്ചയായി അച്ഛനും 2 ആൺമക്കളും ചേർന്ന് അയൽവാസിയെ ആക്രമിക്കുകയായിരുന്നു. ദേവദാസിന്റെ വീട്ടിൽ നിന്നും ഓട്ടോറിക്ഷ കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കിയത് അജയകുമാർ ചോദ്യം ചെയ്തതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതിനെ തുടർന്ന് രാത്രി 8 മണിയോടെ ദേവദാസും മക്കളായ സഞ്ജയ് ദാസും സൂര്യദാസും ചേർന്ന് അജയകുമാറിനെ മർദ്ദിച്ചു. ഹെൽമറ്റ് കൊണ്ടും കല്ലുകൊണ്ടുമുള്ള അടിയേറ്റ് അജയകുമാർ ബോധരഹിതനായി. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ അവിടുന്ന് ഈ മലിനജലം ഒഴുകുന്നു എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വണ്ടി കഴുകുന്ന വെള്ളമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തമ്മിലിങ്ങനെ റോട്ടിലേക്ക് ഇറക്കുന്നതായിട്ട് ഇവരെന്തോ വാക്ക് തർക്കമുണ്ടായെന്ന് പറയുന്നു. അത് ഇഷ്യൂ ചെറിയ ഒന്നും തള്ളൊക്കെ ആയി അവിടെ പിടിച്ചു വെച്ചിട്ട് പോയി. ആ പോകുന്ന സമയത്ത് ഇവർ പിള്ളേർ പറയുന്നുണ്ടായിരുന്നു പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ പോയത്. അപ്പം അതിനുശേഷം ഒരു 8:45 അവർ അച്ഛനും മക്കളും അവരെ 2 സുഹൃത്തുക്കളും കൂടി വന്ന് അവരെ ആക്രമിക്കുകയുണ്ടായത്. അവർ കല്ലും ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് കസാലൊക്കെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. വിരലും അടിക്കലും കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. മർദ്ദനം തടയാൻ ശ്രമിച്ച പ്രദേശവാസി പ്രവീൺ കുമാറിനും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിന് പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടി. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കണ്ണൂർ.